ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാർത്താളി വാരാഹി വരാഹമുഖി വാർത്താളി വാരാഹി വരാഹമുഖി വാർത്താളി വാരാഹി വരാഹമുഖി ഐം ഗ്ലൗം ഐം അന്ധി അന്ധിനി നമോ ജംഭേ ജംഭിനി നമോ മോഹി ജംഭേ ജംഭിനി മോഹി മോഹിനി നമോ അന്ധി അന്ധിനി നമോ ജംഭേ ജംഭിനി നമോ മോഹി മോഹിനി നമോ ഏതോ ദുർദേവതയെ ഉപാസിച്ച കുമാരൻ മന്ത്രസിദ്ധി നേടിയിരിക്കുന്നത്. കടുത്ത മന്ത്രപ്രയോഗങ്ങളൊക്കെ നടത്തുന്നു എന്നാ കേൾക്കുന്നത്. ഒരു ശക്തിക്കും അവനെ ഇനി തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ? നീ ഇവിടെ നിന്ന് ജീവനോട് പോവില്ല. ഓം ഹ്രീം ഹും ഹ്രീം ഫട്ട് ഐം ഗ്ലൗം ഐം ഠ ഠ ഠ ഹും ഫൽ സ്വാഹ. നിന്റെ സ്തംഭന പ്രയോഗം എന്റെ അടുത്തോ. ധും 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 മാവതി സ്വാഹ ധും ധും മാവതി സ്വാഹ ധും 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 മാവതി സ്വാഹ ധും ധും മാവതി സ്വാഹ. വടവൃക്ഷ നിവാസിനി ശീഘ്രം മേ സർവസൗഖ്യം ഗുരു ഗുരു സ്വാഹ. അവന്റെ മാറ് വളർന്ന് രുധിരപാനം നടന്നു. നമോ ഭഗവതി വാർത്താളി വാരാഹി വരാഹമുഖി. ഓം ഐം ഗ്ലൗം നമോ ഭഗവതി വാർത്താളി വാരാഹി വരാഹമുഖി. സർവദുഷ്ടപ്രതിഷ്ഠാനം സർവേഷാം സർവവാഞ്ചിത്തചക്ഷുർമുഖഗരീഹ്വാസ്ഥം ഐം ഠ ഠ ഠ ഠ ഹും ഫുൽ സ്വാഹ ഐം ഠ ഠ ഠ ഠ ഹും ഫുൽ സ്വാഹ. ഓം ഐം ഗ്ലൗം വാർത്താളി വരാഹി വരാഹമുഖി. ദേവി, അവനെ കൊല്ലരുതേ, അവനെ ഭ്രാന്തനാക്കിയാലും.
ഇങ്ങോട്ടേക്കല്ല, അങ്ങോട്ട് പോകും. പോയിക്കോട്ടെ വടക്കേപ്പുറത്ത് ഓടിച്ചോളൂ. പൊക്കോളൂ. നീ പോവൂ. പൊക്കോളൂ, വേഗം പൊക്കോളൂ. പൊക്കോളൂ. വരൂ. അങ്ങനെ പുതുമന തിരുമേനി വരുന്നു. അങ്ങനെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് ആളെ അയച്ചത്. പക്ഷെ കുമാരൻ വന്നില്ല. എന്താ തന്ത്രി വിശേഷിച്ച്? ഈ തറവാട്ടിലെ മാന്ത്രികൻ ദുഷ്കർമ്മങ്ങൾ നടത്തിയതായി കേട്ടിട്ടില്ല. പണത്തിനായി ക്ഷുദ്രകർമ്മങ്ങൾ നടത്തി കൊടുക്കുന്നത് ധർമ്മല്ല. നിങ്ങളുടെ ബാധകളെ ഒഴിപ്പിച്ചൊഴിപ്പിച്ച് മടുത്തിരിക്കുന്നു. തന്ത്രിക്ക് വിവരമില്ലേ? സ്തംഭനം, മാരണം, ഉച്ചാരണം എന്നീ കർമ്മങ്ങൾ സാത്വിക കർമ്മങ്ങളാക്കാൻ പറ്റുമോ? ശത്രു സംഹാരത്തിന് സാത്വിക കർമ്മങ്ങൾ ഉതയില്ല. തെറ്റ്. അത്തരം കർമ്മങ്ങളും സാത്വിക കർമ്മങ്ങളാക്കി നടത്താൻ പറ്റും. എങ്ങനെയെന്ന് ഞാൻ ഉദ്ദേശിച്ചു തരാം. തന്ത്രിയുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഞാനിപ്പോൾ വാർത്താളിയെ ഉപാസിക്കുന്നത്. ശത്രു സംഹാരത്തിന് എന്നെ അഭയം പ്രാപിക്കുന്നവരെ ഞാൻ സഹായിക്കും. വാർത്താളിയെ ഉപാസിച്ചു. പക്ഷേ മന്ത്രതന്ത്ര വിധികളിൽ കാണുന്ന പ്രയോഗങ്ങൾ ധനസമ്പാദനത്തിനും പ്രശസ്തിക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്യാണ്ടിരിക്കൂ. ഉപാസനാമൂർത്തിയെ കൊണ്ട് ദാസ്യവേല ചെയ്യിക്കുന്നത് അപകടമുണ്ടായാൽ ഞാനങ്ങ് സഹിച്ചോളാം. ഞാൻ ഉപദേശിച്ചേ ഉള്ളൂ. പുതുമന തിരുമേനിയെ നിന്ദിച്ചത് ശരിയായില്ലെങ്ങനെ. എനിക്ക് വീണ്ടും മന്ത്രസിദ്ധി ഉണ്ടായപ്പോൾ വന്നിരിക്കുക ഉപദേശിക്കാൻ. എനിക്ക് അപകടമുണ്ടാവുമത്രേ. എനിക്കിനി എന്ത് സംഭവിച്ചാലെന്ത്? പക്ഷേ ഒരു കാര്യം, ജീവിച്ചിരിക്കുന്നവരെ പണവും പദവിയും വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ അഷ്ടമംഗല്യ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ? ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടത്തുന്ന പ്രശ്നമാണ് അഷ്ടമംഗല്യ പ്രശ്നം. എന്നാ നാളെ അവർ ആരംഭിക്കുകയാണെന്ന് കേട്ടു. അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയോ എന്ത് വേണേലായിക്കോട്ടെ, കൊട്ടാരത്തിൽ കയറി പൂജയോ മറ്റോ നടത്താൻ വന്നാൽ അന്ന് ചേരേണ്ട അവസാനമായിരിക്കും. അങ്ങനെ ഇപ്പോ കൊട്ടാരത്തിൽ കയറാറില്ലല്ലോ. ശരിയാ, പക്ഷെ ഞാൻ കൊട്ടാരം ആർക്കും വിട്ടുകൊടുക്കില്ല. പുത്തൂർ തറവാട്ടിലെ കാരണവരും മാന്ത്രികനും ഞാൻ തന്നെയാ. ദുർമന്ത്രവാദിക്ക് പുത്തൂർ തറവാട്ട് കൊട്ടാരത്തിൽ എന്ത് കാര്യം? കൊട്ടാരത്തിന്റെ താക്കോലിന് ശേഖരനെ ഏൽപ്പിക്കണം. അവിടെ വിളക്കുവയ്പ്പെങ്കിലും നടക്കട്ടെ. പറ്റില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കൊട്ടാരം കൈവിടില്ല. വാർത്താളി ദേവിയാണ് സത്യം.